ഹലോ നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ സേഫ്പാൽ വാലറ്റ് എങ്ങനെയാണ് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതെന്നും അതുപോലെ ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള 12 കീ ഫ്രേസ് ഉപയോഗിച്ചിട്ട് നമ്മുടെ വാലറ്റ് സേഫ്പാലിൽ എങ്ങനെയാണ് ഇമ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഓക്കെ, നമ്മളിപ്പോൾ പ്ലേ സ്റ്റോറിൽ വന്നിട്ടുണ്ട്. നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് നമ്മളത് ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ഏറ്റവും താഴെയായിട്ട് സെർച്ച് എന്നുള്ള ബട്ടൺ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഓക്കെ, നമ്മളിവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റിന് വന്നിട്ടുണ്ട് സേഫ്പാൽ എന്നുള്ള ഇതിവിടെ ഓപ്പൺ വന്നിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഇവിടെ നമുക്ക് സേഫ്പാൽ വാലറ്റ് വന്നിട്ടുണ്ട്. നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, നമ്മുടെ വാലറ്റ് ഇപ്പോൾ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നമ്മളത് ഓപ്പൺ ചെയ്ത് നമുക്ക് അതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. ഓക്കെ, നമ്മുടെ വാലറ്റ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. അതിൻ്റെ ഹോം പേജാണ് ഈ കാണുന്നത്. നമുക്ക് ഇവിടെ ആവശ്യമുള്ളത് ക്രിയേറ്റ് ന്യൂ വാലറ്റ് എന്നുള്ള ഓപ്ഷനാണ്. നമുക്കത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, നമ്മളിവിടെ ഒരു 6 ഡിജിറ്റൽ പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അത് നമ്മുടെ ഈ വാലറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് സേഫ്പാലിൻ്റെ വാലറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാസ്വേഡാണ്. ഒരു 6 പാസ്വേഡ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാൻ ടെമ്പററി ആയിട്ട് പാസ്വേഡ് അടിക്കുന്നുണ്ട്. ഓക്കെ, അത് വീണ്ടും നമ്മൾ ഏത് പാസ്വേഡിനെ കൊടുത്താൽ അത് വീണ്ടും കൺഫേം ചെയ്ത് കൊടുക്കുക. ഒന്നും കൂടി അത് തന്നെ കൊടുക്കുക. ഓക്കെ, ഞാനത് കൊടുത്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫിംഗർ വേണമെങ്കിൽ ഫിംഗറും കൊടുക്കാം. ഓക്കെ, നമ്മൾ ഫിംഗറും കൊടുത്തു കഴിഞ്ഞാൽ അതിപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മളെപ്പോഴും പാസ്വേഡ് കൊടുക്കാൻ സമയത്ത് നമ്മൾ ഓർമ്മയിൽ നിൽക്കുന്ന പാസ്വേഡ് കൊടുക്കുക. അതുപോലെ തന്നെ നോട്ട് ചെയ്ത് വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇവിടെ നമുക്ക് ഇനിയിപ്പോൾ അടുത്തത് ബാക്കപ്പ് എന്നുള്ള ഓപ്ഷനാണ്. ഈ ബ്ലൂ കളറിൻ്റെ അകത്ത് ബാക്കപ്പ് നൗ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിയുന്ന സമയത്ത് നമുക്ക് 2 ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കിവിടെ ഒന്ന് ബാക്കപ്പ് ടു ഗൂഗിൾ ഡ്രൈവ്, മറ്റൊന്ന് ബാക്കപ്പ് മാനുവലി എന്നുള്ളത് എടുക്കുക. അതിനകത്ത് നമ്മളിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് ബാക്കപ്പ് മാനുവലിയാണ് എടുക്കുന്നത്. ഓക്കെ, ബാക്കപ്പ് മാനുവലി ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് ഇവിടെ വരുന്നുണ്ട്. അത് നമ്മൾ ശ്രദ്ധാപൂർവ്വം വായിച്ച് നോക്കുക. കാരണം നമ്മുടെ അതിൻ്റെ അകത്തുള്ള വാലറ്റിൻ്റെ അകത്തുള്ള കീയും കാര്യങ്ങളും എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു മെസ്സേജാണ്. അത് വായിച്ച് നോക്കിയ ശേഷം അവിടെ റൈറ്റ് സൈഡിൽ ടിക്ക് ചെയ്ത് കൊടുക്കുക. ടിക്ക് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ അണ്ടർസ്റ്റുഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. താഴെ കാണുന്ന ടിക്ക് ചെയ്യുക. ഓക്കെ, നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്ന പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മുടെ ഇവിടെ 12 ഫ്രൈസ് കീ ഇവിടെ വന്നിട്ടുണ്ട്. ഇത് ഞാൻ ടെമ്പററി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത വാലറ്റാണ്. അതുകൊണ്ട് ഈ പാസ്വേഡ് ഞാനിങ്ങനെ ഓപ്പൺ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ അകത്ത് നിങ്ങൾക്ക് ഇത് കാണാൻ കഴിയില്ല. അവിടെ ബ്ലാക്ക് കളറായിരിക്കും നിങ്ങൾക്ക് കാണുന്നത്. കാരണം അത് സെക്യൂരിറ്റി റീസണിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സ്ക്രീൻ ഷെയർ ചെയ്യുകയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ 12 ഫ്രൈസ് കീ നമുക്ക് മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കില്ല. അവിടെ സ്ക്രീനിൽ ബ്ലാക്ക് ആയിരിക്കും കാണുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് എഴുതിയെടുക്കുക. ഈ 12 ഫ്രൈസ് കീ എഴുതിയെടുക്കുക. ഒരു ഡയറിയിൽ എഴുതിയെടുക്കുക. നമ്മൾ പരമാവധി ഫോണുകളിൽ സേവ് ചെയ്ത് വയ്ക്കാതെ ഇരിക്കുക. അതുപോലെ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാതെ ഇരിക്കുക. മറ്റേ ഫോൺ വെച്ചിട്ട് നമ്മൾ ഫോട്ടോ എടുത്ത് വയ്ക്കുന്ന പരിപാടികളെല്ലാം നമ്മൾ അത്ര സേഫ് അല്ല. അതുകൊണ്ട് പരമാവധി നമ്മളൊരു ഡയറിയിൽ, സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡയറിയിൽ സേഫായിട്ട് എഴുതി വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം, ഇതിൻ്റെ 12 ഫ്രൈസ് കീ വരുന്നത് സ്മോൾ ലെറ്റേഴ്സ് ആയിരിക്കും എല്ലാം വരുന്നത്. നമ്മൾ എഴുതി വയ്ക്കുന്ന സമയത്ത് പരമാവധി എല്ലാം ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതി വയ്ക്കാൻ ശ്രമിക്കുക. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സ്മോൾ ലെറ്റർ എഴുതി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഓർമ്മയിടാം. ചിലപ്പോൾ നമ്മൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം അത് വീണ്ടും നമ്മളൊരു വാലറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ആ സ്മോൾ ലെറ്റേഴ്സിൻ്റെ ചില ലെറ്ററുകൾ നമുക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നത്, നമ്മളിത് എഴുതി വയ്ക്കുന്ന സമയത്ത് എല്ലാ ലെറ്ററുകളും ക്യാപിറ്റൽ ലെറ്ററിലായിട്ട് എഴുതി വയ്ക്കുക. നമ്മൾ വാലറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എഴുതുമ്പോൾ സ്മോൾ ലെറ്റർ മാത്രമായിട്ട് എഴുതി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഞാനിത് എഴുതിയെടുത്തതിന് ശേഷം ഞാൻ വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നതാണ്. ഓക്കെ, നമ്മളിവിടെ 12 ഫ്രൈസ് കീ എല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം താഴെ കാണുന്ന നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ വീണ്ടും നമ്മുടെ പാസ്വേഡുകൾ വീണ്ടും കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ 12 ഫ്രൈസ് കീ അത് നമ്മൾ ഓർഡർ അനുസരിച്ച് ഓരോ നമ്പർ ഇട്ടിട്ടാണ് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് പ്രകാരം നമ്മളിവിടെ ഈ കിടക്കുന്നതെന്ന് ഓരോന്ന് ചൂസ് ചെയ്യണം. ഒന്നാമത്തെ നമ്പറിൽ ഏതാണെന്നുള്ളത് നോക്കിയിട്ട് അത് നമ്മുടെ താഴെ ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വരും. ഇപ്പോൾ അവർ ചോദിച്ചിരിക്കുന്നത് ഒന്നാമത്തേൽ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളത് ടച്ച് ചെയ്ത് കൊടുക്കുക. അവിടെ അതിൽ ടച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ രണ്ടാമത്തെ നമ്പറിൽ ഏതാണെന്നുള്ളത് താഴെ നോക്കിയിട്ട് അവിടുന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് മൂന്നാമത്തെ ഏതാണെന്ന് വെച്ചാൽ അതും ടച്ച് ചെയ്ത് കൊടുക്കുക.
അങ്ങനെ നമ്മൾ ഇതിനകത്ത് 12 നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ 12 അതിൻ്റെ നേരെ വരുന്ന ഫ്രേസ് കീ നമ്മൾ ആദ്യം നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് അതിൽ ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിലവിടെ ഫില്ലായിട്ട് വരും. ഓക്കെ ഞാനിപ്പോൾ വീണ്ടും ഇവിടെ നമ്മൾ ആ 12 ഫ്രേസ് കീ വീണ്ടും ഞാൻ കൺഫേം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ എല്ലാം ഓക്കെ ആണെങ്കിൽ താഴെ വെരിഫൈ എന്നുള്ളൊരു ഓപ്ഷൻ വരും. അപ്പോൾ ആ വെരിഫൈ കൊടുക്കുക. അതുപോലെ നമ്മൾ ഈ കൊടുക്കുന്ന ലെറ്റർ കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ അവിടെ റെഡ് കളറിൽ കാണിക്കും. ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നതെല്ലാം കറക്റ്റാണെങ്കിൽ താഴെ വെരിഫൈ എന്നുള്ളത് വരും. അപ്പോൾ അത് വെരിഫൈ കൊടുക്കുക. ഓക്കെ, നമ്മുടെ ഇവിടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമ്മളെ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു അലോ ചോദിക്കുന്നുണ്ട്, അത് അലോ കൊടുക്കുക. ഓക്കെ, നമ്മുടെ ഇവിടെ ഓൾറെഡി നമ്മുടെ വാലറ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. വാലറ്റിൻ്റെ ഹോം പേജാണ് ഈ കാണുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ഈ ഹോം പേജിൻ്റെ മുകളിൽ കാണുന്നത് നമ്മൾ ഈ ആദ്യം ഒരു മുകളിൽ മെസ്സേജ് വന്നിട്ടുണ്ട്, അത് ക്ലോസ് ചെയ്ത് കളയുക. ഓക്കെ, പിന്നെ താഴെ നമുക്കൊരു സെക്യൂരിറ്റി ക്വിസ് എന്നുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അത് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് നമ്മളത് വാലറ്റിൻ്റെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടൊരു ക്വിസാണ്. അത് ഓപ്പൺ ചെയ്തിട്ട് സ്റ്റാർട്ട് കൊടുക്കുക. സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പേജ് നമുക്കിവിടെ വരും. 4 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിൻ്റെ അകത്ത് ഏതാണെന്നുള്ളത് കറക്റ്റ് ഏതാണെന്നാണ് അവർ ചോദിക്കുന്നത്. കാരണം നമ്മൾ ഇതിൻ്റെ അകത്ത് ഇതുമായി ബന്ധപ്പെട്ട് ബോധവാന്മാരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഒന്ന് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ടിക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇവിടെ. ഓക്കെ, ഇവിടെ 4 സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ടിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വാലറ്റുമായിട്ട് മുന്നോട്ട് ഓപ്പൺ ചെയ്ത് പോകാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അത് ഈ ചില സമയങ്ങളിൽ ഈ ക്വസ്റ്റ്യൻ മാറി മാറി വരും. അപ്പോൾ അത് വായിച്ച് നോക്കിയ ശേഷം സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഫസ്റ്റത്തെ കൊടുത്തിരിക്കുന്നത് വാട്ട് ഷുഡ് യു ആഫ്റ്റർ ക്രിയേറ്റിംഗ് എ ന്യൂ സേഫ് വാലറ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആദ്യം എന്താ ചെയ്യേണ്ടതെന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എ ആണ്. നമ്മൾ ഉടനെ തന്നെ ഇമ്മീഡിയറ്റ്ലി നോട്ട് വയ്ക്കുക ഉള്ളതാണ്. നോട്ട് ചെയ്ത് വയ്ക്കാനാണ് ആ ഒരു ഫസ്റ്റത്തെ ആൻസറിൽ വരുന്നത്. രണ്ടാമത് വരുന്നത് വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് അബൌട്ട് ദ ഡീസെൻട്രലൈസ്ഡ് വാലറ്റ്. ആ വാലറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അതിൻ്റെ ഉത്തരം വരുന്നത് ഡി ആണ് വരുന്നത്. മൂന്നാമത്തെ വരുന്നത് വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് മിനിമോണിക്സ് ഫെയർസ് ഈസ് കറക്റ്റ് എന്നുള്ള ചോദ്യം വന്നിട്ടുണ്ട്. അതിൻ്റെ ആൻസർ വരുന്നത് ഡി ആണ്. അതുപോലെ തന്നെ ലാസ്റ്റ് വന്നിരിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്നുള്ള എ ആണ്. സേഫ് പാൽ കസ്റ്റമർ സപ്പോർട്ട് ടീം വിൽ നെവർ ആസ്ക് യുവർ മിനിമോണിക്സ് ഫെയർ പ്രൈസ് ഇറ്റ്സ് എനി സിറ്റുവേഷൻ എന്നുള്ളതാണ് വരുന്നത്. അതായത് നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട് ആരും നമ്മളോട് കീ ചോദിക്കില്ല എന്നുള്ള ആൻസറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ടിക്ക് എല്ലാം കറക്റ്റ് ആണെങ്കിൽ താഴെ സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ വരും. അപ്പോൾ സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് സബ്മിറ്റ് എന്നുള്ള കൊടുത്തു കഴിയുമ്പോൾ വീണ്ടും ഒന്നും കൂടെ ചോദിക്കും. സബ്മിറ്റ് വീണ്ടും കൊടുക്കുക. ഓക്കെ, സബ്മിറ്റ് കൊടുത്ത സമയത്ത് ഇവിടെ ഓക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ താഴെ നമ്മൾ ഓക്കെ കൊടുക്കുക. ഓക്കെ, നമ്മുടെ വാലറ്റ് ഇപ്പോൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ ഓൾറെഡി ഒരുപാട് ടോക്കൺസിൻ്റെ ഇത് വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചില ആളുകൾ ചില പ്രത്യേക നെറ്റ്വർക്കിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അത് മാത്രമായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ നെറ്റ്വർക്കിലും വർക്ക് ചെയ്യുന്ന ടോക്കണുകളും കോയിനുകളും നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിപ്പോൾ ഇവിടെ നമ്മൾ ഈ ഭാഗത്ത് നമ്മൾ ഓൾ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. നമ്മളിവിടെ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നെറ്റ്വർക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഇവിടെ BNB സ്മാർട്ട് ചെയിനാണ് ക്ലിക്ക് ചെയ്യുന്നത്. അതിനകത്താണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ BNB സ്മാർട്ട് ചെയിൻ സെലക്ട് ചെയ്യുന്നുണ്ട്. അതല്ല പലതരത്തിലുള്ള വാലറ്റുകൾ യൂസ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ആവുന്നതാണ്. ഞാനിവിടെ BNB സ്മാർട്ട് ചെയിൻ സെലക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മുടെ BNB സെലക്ട് ചെയ്ത സമയത്ത് ഇവിടെ ഇപ്പോൾ 2 വാലറ്റ് ഐക്കണായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. ഇവിടെ BNB BEP20യും SFP എന്നുള്ളത് മാത്രമായിട്ട് ഇവിടെ ചുരുങ്ങിയിട്ടുണ്ട്. നമ്മൾ ആ ഓൾ എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ടോക്കൺസിൻ്റെ ഇതിവിടെ കാണിക്കും. ഓക്കെ, അടുത്തതായിട്ട് നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമുക്ക് ടോക്കൺ നമുക്കിവിടെ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് മാനേജ് കോയിൻ എന്നുള്ളതാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഏതെല്ലാം കോയിനുകളുണ്ടോ അതിവിടെ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അതിനുള്ള ഓപ്ഷനാണ് ഇപ്പോൾ താഴെ മാനേജ് കോയിൻ എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഇവിടെ മാനേജ് കോയിൻ എന്നുള്ളതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഓപ്പണായിട്ട് വരും. ഇതുപോലെ വരും. അപ്പോൾ നമുക്കിവിടെ ഇവിടെ സെർച്ച് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് സെലക്ട് ചെയ്യുക. അതല്ല അതിൻ്റെ മുകളിൽ സെർച്ച് ചെയ്യാനുള്ള ബാർ ഇവിടെ മുകളിലുണ്ട്, അത് സെർച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു സ്ഥലം കൂടി നമുക്ക് ഇതുപോലെ എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടി ഉണ്ട്. ഈ റൈറ്റ് സൈഡിൽ ഈ 3 ഡോട്ടിൽ ടച്ച് ചെയ്താലും നമുക്ക് ഇതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഓപ്പൺ ചെയ്ത്
നമ്മുടെ ഇത് സെലക്ട് ചെയ്യാനുള്ള മാനേജ് കോയിൻ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ഒന്ന് സോർട്ട് കിടക്കുന്നത്, രണ്ടാമത്തെ മാനേജ് കോയിനും കിടക്കുന്നുണ്ട്. അപ്പോൾ മാനേജ് കോയിനിൽ ക്ലിക്ക് ചെയ്താലും നമുക്ക് ഇതുപോലെ തന്നെ നമ്മുടെ ഓരോ കോയിനുകൾ ഇവിടെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ഇതിങ്ങനെ വന്നു കഴിഞ്ഞ സമയത്ത് മുകളിൽ നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനിൽ സെർച്ച് കൊടുക്കുക. നമ്മൾ എന്താണോ സെർച്ച് ചെയ്യണത് അത് കൊടുക്കുക. ഞാനിപ്പോൾ USDT ആണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ഏത് നെറ്റ്വർക്കിലാണ് വർക്ക് ചെയ്യണമെന്നുള്ളത് നമുക്കിവിടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എല്ലാ നെറ്റ്വർക്കിലുള്ളത് നമ്മൾ യൂസ് ചെയ്യുന്ന ആളുകളാണ് ഓൾ എന്നുള്ളത് കുഴപ്പമില്ല. അതല്ല എത്തേറിയം മാത്രം യൂസ് ചെയ്യുന്ന ആളുകൾക്ക് എത്തേറിയം എന്നുള്ളത് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ BNB സ്മാർട്ട് ചെയിൻ മാത്രമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളാണ് BNB സ്മാർട്ട് ചെയിൻ എന്നുള്ളത് മാത്രം ഈ മുകളിൽ നമുക്ക് ടിക്ക് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്കിവിടെ മനസ്സിലായി കാണും. ഇവിടെ ഓരോ ഓപ്ഷൻ കാണാം. എത്തേറിയം, BNB ചെയിൻ, അതല്ലെങ്കിൽ ഓൾ എന്നുള്ളത് കാണാൻ പറ്റും. അപ്പോൾ ഏത് വേണമെങ്കിലും നമുക്കിവിടെ സെലക്ട് ചെയ്യാം. ഞങ്ങളുടെ BNB സ്മാർട്ട് ചെയിൻ ആണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഞാനിവിടെ USDT സെർച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാനിവിടെ USDT സെർച്ച് ചെയ്തപ്പോൾ നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ വന്നിട്ടുണ്ട് USDT BEP20 എന്നുള്ളത് വന്നിട്ടുണ്ട്. അത് നമുക്കിവിടെ സെലക്ട് ചെയ്യാം. ഒരുപാട് USDT BEP20 തന്നെ പല ഇത് ഉണ്ടാവും. അത് നമ്മൾ നോക്കുക, ഏതാണെന്നുള്ളത് നോക്കിയിട്ട് അത് സെലക്ട് ചെയ്യുക. ഞാൻ ഇവിടെ USDT BEP20 എന്നുള്ളത് സെലക്ട് ചെയ്യാൻ വേണ്ടി അതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു പ്ലസ് ചിഹ്നമുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതിപ്പോൾ ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്ക് പോകാം. മുകളിൽ നിന്ന് ബാക്ക് കൊടുത്ത് നമുക്ക് ബാക്ക് പോകാം. ഓക്കെ, നമ്മുടെ ഇവിടെ USDT ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഇനി അത് കൂടാണ്ട് ഞാൻ PVC മെറ്റ, അതായത് ഞാൻ വർക്ക് ചെയ്യുന്നത് PVC മെറ്റയിലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ PVC മെറ്റ എങ്ങനെയാണ് ആഡ് ചെയ്യണമെന്ന് ഞാൻ ഇവിടെ കാണിക്കാം. താഴെ മാനേജ് കോയിൻസ് എന്നുള്ള എടുക്കുക. അത് എടുത്തു കഴിയുമ്പോൾ ഇതുപോലെ തന്നെ വീണ്ടും നമുക്കിവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ മുകളിൽ ബാർ വരുന്നുണ്ട്. അവിടെ നമ്മൾ ഇതുപോലെ തന്നെ നെറ്റ്വർക്ക് അതാണ് സെലക്ട് ചെയ്ത് കൊടുക്കുക. എത്തേറിയം ആണ്, എത്തേറിയം, BNB ആണ്. ഞാൻ BNBയിലാണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഞാനിവിടെ ഞാൻ PVC മെറ്റ സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. PVC. ഓക്കെ, ഇവിടെ PVC വന്നിട്ടുണ്ട്. ഇവിടെ PVC കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഒരുപാട് PVC BEP20 എന്നും പറഞ്ഞ് വരുന്നുണ്ട്. ഒരുപാട് ഫേക്ക് കോയിനുകളും ഇതിൻ്റെ അകത്ത് ഉണ്ടാകും. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ PVC മെറ്റയുടെ ചിഹ്നം നമ്മൾ നോക്കുക. അതിൻ്റെ എംബ്ലം ആ റൗണ്ടിൽ ലെഫ്റ്റ് സൈഡിൽ റൗണ്ടിൽ കാണിക്കുന്നുണ്ട്. അത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യുക. അതുകൂടാണ്ട് നമ്മുടെ വാലറ്റ് അഡ്രസ്സ് ഉണ്ട്. PVC മെറ്റയുടെ അഡ്രസ്സ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഒരു കാരണവശാലും നിങ്ങൾ വേറെ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യരുത്. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആദ്യത്തെ തന്നെ വന്നിട്ടുണ്ട്. അതിൻ്റെ അഡ്രസ്സ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് ചെയ്യുന്നത് 0x75CA എന്ന് തുടങ്ങി ലാസ്റ്റ് വരുന്നത് B7E3 എന്നുള്ള ഇതാണ് അഡ്രസ്സാണ് നമ്മുടെ വരുന്നത്. അത് എപ്പോഴും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മാറി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ അതിൻ്റെ റൈറ്റ് സൈഡിൽ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതും ഇപ്പോൾ നമ്മുടെ ഇവിടെ വാലറ്റിൽ ഹോം പേജിൽ ആഡായിട്ടുണ്ട്. നമുക്ക് ബാക്ക് പോയി നോക്കാം. ഓക്കെ, ഇവിടെ PVC മെറ്റയും ഇവിടെ ആഡായിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ടോക്കൺസ് ഇവിടെ ആഡ് ചെയ്യുന്നത്. ഇനി എന്തെങ്കിലും കാരണവശാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും വേറെ കിടക്കുന്നത് നമുക്ക് ആവശ്യമില്ല, ഇത് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പ്രസ് ചെയ്ത് പിടിക്കുക. ഏതിനകത്താണ് നമുക്ക് ഒഴിവാക്കുന്നത് അവിടെ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇതുപോലെ 3 ഓപ്ഷൻ വരും. ടോപ്പ്, ഹൈഡ്, എഡിറ്റ് എന്നുള്ള 3 ഓപ്ഷൻ വരും. ആ എഡിറ്റയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കത് ഡിലീറ്റായി പോകുന്നതായിരിക്കും. ഡിലീറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ അവിടെയുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പലതരത്തിലുള്ള വാലറ്റുകൾ പല പല ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവർക്ക് ഒന്നിലധികം വാലറ്റുകൾ ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വാലറ്റുകൾക്കെല്ലാം ഒരു പേര് കൊടുക്കേണ്ട അത്യാവശ്യമാണ്, അല്ലെങ്കിൽ നമുക്ക് മാറിപ്പോകും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഏറ്റവും മുകളിൽ തന്നെ വാലറ്റ് 01 എന്ന് കിടക്കുന്നുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. അത് കഴിയുമ്പോൾ ഇതുപോലെ നമുക്ക് ഒരു ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട്. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്കിവിടെ ഈ റൈറ്റ് സൈഡിൽ ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ആ പച്ച കളറ് റൗണ്ടിൻ്റെ സൈഡിലുള്ള 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലെ ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇതുപോലെ വന്നു കഴിയുന്ന സമയത്ത് നമുക്കിവിടെ ഈ വാലറ്റ് 1 ടച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ടച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലൊരു ഓപ്ഷനാണ് വരുന്നത്. അപ്പോൾ അവിടെ വാലറ്റ് 1 എന്നുള്ളിടത്തിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ അത് എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവിടെ ആളുടെ പേരാണെങ്കിൽ പേര് കൊടുക്കുക, നമ്പറാണെങ്കിൽ നമ്പർ കൊടുക്കുക, എന്ത് വേണമെങ്കിലും നമുക്കവിടെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ അവിടെ ന്യൂ വാലറ്റ് എന്നുള്ളത് കൊടുക്കുന്നുണ്ട്. ന്യൂ വാലറ്റ് എന്നുള്ളത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ന്യൂ വാലറ്റ് എന്നുള്ളത് കൊടുത്തു. അതിനുശേഷം നമുക്കവിടെ കൺഫേം കൊടുക്കാനുള്ള ബട്ടണിൻ്റെ കൺഫേം കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ വാലറ്റിൻ്റെ പേര് ചേഞ്ച് ആയിട്ട് ഞാൻ ന്യൂ വാലറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് ഇനി അടുത്ത ഇതിൻ്റെ അകത്ത് ഞാൻ വാലറ്റ് ഞാൻ ഈ പറഞ്ഞ പോലെ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ന്യൂ വാലറ്റ് എന്ന് ഇവിടെ എഴുതിയത്, അറിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് പേര് വേണമെങ്കിൽ പേര് കൊടുക്കുക, എന്താണെന്ന് വെച്ചാൽ അവിടെ കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇനി ഞാൻ ബാക്ക് പോകുന്നുണ്ട്. ബാക്ക് പോയിട്ട് ഇനി നമുക്ക് വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോക്കൺസ് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ ഇവിടെ തന്നെ നമ്മൾ ഇപ്പോൾ BNB കിടക്കുന്ന തൊട്ട് മുകളിൽ തന്നെ സെർച്ച് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ ഇതിൻ്റെ പേര് കൊടുത്താൽ
നമുക്ക് അവിടെ നിന്ന് ടോക്കൺ ഇവിടെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ BNBയുടെ മുകളിൽ നമുക്ക് സെർച്ച് ചെയ്ത് കോയിനാണ് നമുക്കിവിടെ കൊണ്ടുവരുന്നത് വെച്ചാൽ അവിടെ സെർച്ചിൽ കൊടുത്താലും നമുക്ക് കോയിൻ ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാനിവിടെ ആഡ് ചെയ്ത PVC മെറ്റയും അതുപോലെ തന്നെ USDT എല്ലാം നമുക്ക് ഇവിടുന്ന് തന്നെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ മാനേജ് കോയിനിൽ പോയിട്ടാണ് എടുത്തത്. നിങ്ങൾക്ക് ഇതിൻ്റെ തൊട്ട് മുകളിൽ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് ഇവിടെ കോയിൻ ഇവിടെ ആഡ് ചെയ്യാൻ സാധിക്കും. അതുകൂടാണ്ട് ഇതിൻ്റെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും BNB സെലക്ട് ചെയ്തിരിക്കുന്ന കാണാൻ പറ്റും. അത് നെറ്റ്വർക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ അത് വേറെ നെറ്റ്വർക്ക് മാറ്റേണ്ട ആളുകൾക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഓരോ നെറ്റ്വർക്ക് കൂടെ കാണിക്കും. അത് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിപ്പോൾ ഞാൻ BNB സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ. പിന്നെ ഇതിനകത്ത് മുകളിൽ ലെഫ്റ്റ് സൈഡിൽ സെറ്റിങ്സിൻ്റെ വരുന്നുണ്ട്. മുകളിൽ സെറ്റിങ്സ് ലെഫ്റ്റ് സൈഡിൽ എടുത്ത് സെറ്റിങ്സിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ വാലറ്റ് ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാനത് വാലറ്റ് ഒരു ഇമ്പോർട്ട് ചെയ്യണതിൻ്റെ വീഡിയോ കൂടി ചെയ്തിട്ട് ഒരുമിച്ച് ഇത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് പുതിയ വാലറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ വാലറ്റ് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതായത് വേറെ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ള 12 അക്ക ഫ്രൈസ് കീ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ അകത്തേക്ക് അടുത്തൊരു വാലറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്നുള്ളതാണ്, ഇമ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഞാൻ അടുത്തത് കാണിക്കാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ വേറൊരു വാലറ്റ് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ പോയി. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് ഏറ്റവും മുകളിൽ ന്യൂ വാലറ്റ് എന്ന് കിടക്കുന്ന ഭാഗത്ത്, അല്ലെങ്കിൽ നമ്മൾ ആളുകളുടെ പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യുക. ഏറ്റവും മുകളിൽ ഞാനിപ്പോൾ ന്യൂ വാലറ്റ് എന്ന് കൊടുത്തേക്കുന്നിടത്തിൽ ടച്ച് ചെയ്യുക. നിങ്ങൾ പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പേരിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പണായിട്ട് വരും. ഇതുപോലെ ഓപ്പണായിട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആഡ് വാലറ്റ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. നമുക്ക് ആ ആഡ് വാലറ്റിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഈ ആഡ് വാലറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ 4 ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. ക്രിയേറ്റ് ന്യൂ വാലറ്റ് ആൻഡ് ആഡ് എക്സ്റ്റൻഷൻ വാലറ്റ് എന്നുള്ളത് കാണാം. അടുത്തത് കണക്റ്റ് ഹാർഡ്വെയർ വാലറ്റ് എന്ന് കാണാം. മറ്റൊന്ന് ഒബ്സർവേഷൻ വാലറ്റ് എന്നുള്ളത് കാണാം. ഓക്കെ, ഈ ആദ്യത്തെ എന്ന് പറയുന്നത് ക്രിയേറ്റ് ന്യൂ വാലറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ അകത്ത് പുതിയൊരു വാലറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആ ഫസ്റ്റ് വരുന്നത്. രണ്ടാമത്തെ ആഡ് എക്സിസ്റ്റിംഗ് വാലറ്റ് എന്നുള്ളതാണ് നമ്മളിവിടെ ചൂസ് ചെയ്യുന്നത്. കാരണം നമ്മുടെ കയ്യിൽ ഓൾറെഡി 12 അക്ക ഫ്രൈസ് കീ ഉണ്ട്. അത് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്താണ്. ഒരു പക്ഷേ ട്രസ്റ്റ് വാലറ്റിൻ്റെതാവാം, അല്ലെങ്കിൽ ബിഡ്ജറ്റിൻ്റെ ആവാം, അല്ലെങ്കിൽ മെറ്റാമാസ്കിൻ്റെ ഏതിൻ്റെ ആണെങ്കിലും 12 അക്ക ഫ്രൈസ് കീ നമ്മുടെ കയ്യിലുള്ളത് നമ്മൾ സേഫ് പാലിൻ്റെ അകത്തേക്ക് നമ്മൾ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. രണ്ടാമത്തെ ഓപ്ഷനായിട്ട് ആഡ് എക്സിസ്റ്റൻ വാലറ്റ് എന്നുള്ളത്. ഞാൻ അതാണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. പിന്നെ മൂന്നാമത് കിടക്കുന്നത് ഹാർഡ്വെയർ വാലറ്റാണ്. അതിപ്പോൾ ഞാൻ ഇവിടെ എടുക്കുന്നില്ല. ഏറ്റവും താഴെ ഒബ്സർവേഷൻ വാലറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും അഡ്രസ്സ്, വാലറ്റ് അഡ്രസ്സ് ഇവിടെ കൊടുത്ത് ആ വാലറ്റിൻ്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഓപ്ഷനാണ്. ഇപ്പോൾ ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. ഞാനിപ്പോൾ നമ്മുടെ വാലറ്റ് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെക്കൻഡ് ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നുണ്ട്. ആഡ് എക്സിസ്റ്റിംഗ് വാലറ്റ് എന്നുള്ളത് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനൊരു പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നത് അതേ പാസ്വേഡ് തന്നെ ഞാൻ ഇവിടെ കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ വാലറ്റും സെപ്പറേറ്റ് പാസ്വേഡ് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ വാലറ്റ് പിൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ കൊടുക്കേണ്ടത് നമ്മൾ ആ 12 അക്ക ഫ്രൈസ് കീ നമ്മളിവിടെ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ സ്ക്രീനിൻ്റെ അകത്ത് ഒന്നും കാണുന്നുണ്ടാവില്ല, ചിലപ്പോൾ ബ്ലാക്ക് ആയിട്ടായിരിക്കും കാണുന്നത്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളിവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ എൻ്റർ ഫ്രൈസ് കീ കൊടുക്കാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളവിടെ ക്ലിക്ക് ചെയ്താൽ എൻ്റർ യുവർ ഫ്രൈസ് എന്നുള്ളിടത്തിൽ ടച്ച് ചെയ്താൽ നമുക്ക് അവിടെ ടൈപ്പ് ചെയ്യാനുള്ള കീബോർഡ് വരും. നമുക്കവിടെ നമ്മളിത് 12 അക്ക കീ അവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഞാനിവിടെ ടച്ച് ചെയ്ത സമയത്ത് ഇവിടെ കീബോർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി എൻ്റെ കയ്യിലുള്ള ആ 12 അക്ക ഫ്രൈസ് കീ ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കയ്യിലുള്ള ഫ്രൈസ് കീ നമ്മൾ 1-2 ലെറ്ററുകൾ ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് സ്ക്രീനിൽ ഇത് 2-3 ഓപ്ഷൻ വരും. അപ്പോൾ അതിൽ നിന്ന് ഏതാണെന്ന് സെലക്ട് ചെയ്ത് ടച്ച് ചെയ്ത് കൊടുത്താൽ അത് മുകളിലേക്ക് വന്നോളും. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അടുത്ത ബോക്സ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ അവിടെ രണ്ടാമത്തെ ഏതാണെന്ന് വെച്ചാൽ നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും വീണ്ടും അതവിടെ കാണിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ അത് കൊടുക്കുന്ന സമയത്ത് വേറെ പ്രത്യേകിച്ച് നമ്മൾ സ്പേസ് കാര്യങ്ങളൊന്നും ഇടേണ്ടതല്ല. ഓൾറെഡി അതിൻ്റെ അകത്ത് സ്പേസ് എല്ലാം ഇട്ടിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ താഴെ വരുന്നത് സെലക്ട് ചെയ്ത് മാത്രം കൊടുത്താൽ മതിയാവും. ഓക്കെ, ഞാൻ 12 ഫ്രൈസ് കീ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ സമയത്ത് അതിൻ്റെ താഴെയായിട്ട് നമുക്ക് നെക്സ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. ആ നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് നമ്മൾ ഇത് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇമ്പോർട്ട് നൗ എന്നുള്ളത് കൊടുക്കുക. ഫസ്റ്റ് കിടക്കുന്ന ഇമ്പോർട്ട് നൗ എന്നുള്ളത് കൊടുക്കുക. ഓക്കെ, നമ്മുടെ ഓൾറെഡി നമ്മുടെ അടുത്ത വാലറ്റ് ഇമ്പോർട്ട് ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ കൊടുത്ത 12 ഫ്രൈസ് കീ പ്രകാരമുള്ള വാലറ്റ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ നെറ്റ്വർക്ക് സെലക്ട് ചെയ്യുക. ഇവിടെ
നെറ്റ്വർക്ക് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതാണ് നെറ്റ്വർക്കിൽ വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ അത് പലതരത്തിലുള്ള നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അതല്ലാന്നുണ്ടെങ്കിൽ BNB മാത്രമാണ് നമ്മുടെ BNB മാത്രം സെലക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിനകത്ത് ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആഡ് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ PVC എന്നുള്ളത് കൊടുക്കുന്നുണ്ട്. PVC ഓക്കെ, അവിടെ PVC എന്ന് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവിടെ ആഡ് PVC മെറ്റാന്നുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. അത് കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞ സമയത്ത് നമുക്ക് BNB ചെയിൻ ആണെങ്കിൽ BNB സ്മാർട്ട് ചെയിൻ സെലക്ട് ചെയ്യുക. ഓക്കെ, അതിനകത്തൊക്കെ താഴേക്ക് വരുന്ന സമയത്ത് ഇവിടെ കാണാം PVC മെറ്റ BP20 എന്നുള്ളത് കാണാം. ഇങ്ങനെ നമുക്ക് ഇത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത് അഡ്രസ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക. നേരത്തെ പറഞ്ഞ പോലെ പ്രത്യേകം അഡ്രസ്സ് ശ്രദ്ധിക്കുക. 0x75CA എന്ന് തുടങ്ങി അവസാനം B7E3 എന്നുള്ളതാണ് നമ്മുടെ PVC മെറ്റയുടെ അഡ്രസ്സ്. അത് നമ്മൾ പ്ലസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിവിടെ ആഡ് ആയിട്ടുണ്ടാവും. ഓക്കെ, നമ്മൾ ഫ്രണ്ട് പേജിലേക്ക് വരികയാണ്. ഓക്കെ, നമ്മളവിടെ ആഡ് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ വീണ്ടും ഈ PVC എന്നുള്ള സെർച്ചിൽ കൊടുത്തപ്പോൾ നമ്മുടെ PVC മെറ്റയുടെ വന്നിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, PVC മെറ്റയുടെ വന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ USDT നമുക്ക് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യണമെങ്കിൽ അതുപോലെ ആഡ് ചെയ്യാം. ആഡ് USDT ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ BNB സ്മാർട്ട് ചെയിൻ സെലക്ട് ചെയ്ത് അതിൻ്റെ അകത്ത് തന്നെ ഫസ്റ്റ് തന്നെ വന്നിട്ടുണ്ട്. USDT വന്നിട്ടുണ്ട്. ഓക്കെ, അത് ഞാൻ ഇവിടെ ആഡ് കൊടുത്തു. ഇനി ബാക്ക് വരാം. ബാക്ക് വന്നു കഴിയുമ്പോൾ ഈ USDT ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ബാക്ക് വന്ന സമയത്ത് ഇവിടെ USDT വന്നിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം നമ്മൾ ഫസ്റ്റ് പുതിയ വാലറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ പറഞ്ഞ പോലെ തന്നെ ഈ താഴെയുള്ള മാനേജ് കോയിൻസ് എന്നുള്ള എടുത്തു കഴിഞ്ഞാലും അവിടെ ഇതുപോലെ നമുക്ക് സെലക്ട് ചെയ്ത് നമ്മുടെ കോയിനുകൾ ഇവിടെ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്ത വാലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഇനി പേര് ചേഞ്ച് ചെയ്യണമെല്ലാം ഞാൻ ആദ്യം പറഞ്ഞു. അത് നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ വാലറ്റ് എന്നുള്ളിടത്ത് നിന്ന് നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ ഓൾറെഡി നമ്മൾ 2 വാലറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ഒന്നിലെ വാലറ്റ് ഉള്ളതുകൊണ്ട് നമുക്കിവിടെ മുകളിൽ വാലറ്റ് ടച്ച് ചെയ്താൽ ഓക്കെ, ഇതുപോലെ നമുക്കിവിടെ 2 വാലറ്റും കൂടെ കാണിക്കും. നമ്മളപ്പോൾ ആദ്യം ഞാൻ വാലറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ന്യൂ വാലറ്റ് എന്നുള്ള പേര് കൊടുത്ത് അപ്പോൾ അതോടെ മുകളിൽ കാണാം. രണ്ടാമത്തത് നമുക്കിവിടെ വാലറ്റ് 01 എന്നാണ് കാണിക്കുന്നത്. അതിന് ഇതുപോലെ പേര് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ റൈറ്റ് സൈഡിൽ 3 ഡോട്ടിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ വന്ന് ആ വാലറ്റുമേ ടച്ച് ചെയ്താൽ പേര് കൊടുക്കാനുള്ള ഓപ്ഷൻ വരും. അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം കൺഫേം കൊടുക്കുക. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് വരുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ ഈ വാലറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ വന്ന ഈ ഒരു കാര്യം ഇതിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്ത ടൈം കാണിക്കുന്നുണ്ട്. നമ്മൾ എങ്ങനെയാണ് ഇത് ക്രിയേറ്റ് ചെയ്തതെന്ന് മുകളിൽ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ബാക്കപ്പ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ കയ്യിലുള്ള ഇപ്പോൾ ഈ വാലറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന അതിൻ്റെ 12 ഫ്രൈസ് കീ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ചില ആളുകൾ എഴുതി വെച്ചിട്ടുണ്ടാവില്ല. ചിലപ്പോൾ മുമ്പ് നമ്മൾ വാലറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ എഴുതി വെച്ചത് നമുക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഈ നമ്മൾ ബാക്കപ്പ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ഈ ബാക്കപ്പ് എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഓപ്ഷൻ വരും. ഇവിടെ വന്നു കഴിയുമ്പോൾ 2 ഇത് കാണാൻ പറ്റും. ബാക്കപ്പ് ഗൂഗിൾ ഡ്രൈവ് എന്നുള്ളത് കാണാം. ഒന്ന് ബാക്കപ്പ് മാനുവലി എന്നുള്ളത് കാണാൻ പറ്റും. അപ്പോൾ ബാക്കപ്പ് മാനുവലി എന്നുള്ളതിൻ്റെ റൈറ്റ് സൈഡിൽ 3 ഡോട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ വായിച്ച് നോക്കിയ ശേഷം എൻ്റെ റൈറ്റ് സൈഡിൽ ടിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് കഴിയുമ്പോൾ താഴെ അണ്ടർസ്റ്റുഡ് എന്നുള്ളത് കൊടുക്കുക. ഓക്കെ, അത് കൊടുത്തു കഴിയുമ്പോൾ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ പിൻ നമ്പർ അടിച്ചു കൊടുക്കുക. ഓക്കെ, ഇതിപ്പോൾ നമ്മുടെ ഇത് ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് എഴുതി വെച്ചിരിക്കുന്നത് കറക്റ്റാണെന്ന് ചെക്ക് ചെയ്യുക. അതല്ല എഴുതി വെച്ചേക്കുന്ന ആൾക്കാരേത് മിസ്സായിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും ഒന്നും കൂടി കറക്റ്റായിട്ട് എഴുതി വയ്ക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ വീണ്ടും ബാക്ക് വരാം. ബാക്ക് വന്നിട്ട് മറ്റൊരു കാര്യം ഇതിനകത്തുള്ളത് എക്സ്പോർട്ട് പ്രൈവറ്റ് കീ എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതിൽ റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഇതുപോലെ ഒരു വാർണിംഗ് വരും. അത് കൺഫേം കൊടുക്കുക. കൺഫേം കൊടുത്തതിന് ശേഷം ഏത് നെറ്റ്വർക്കിലുള്ള ഇതാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ BNB സ്മാർട്ട് ചെയിൻ അവിടെ സെലക്ട് ചെയ്യുന്നുണ്ട്. വീണ്ടും നമ്മളവിടെ പിൻ നമ്പർ അടിച്ചു കൊടുക്കുക. ഓക്കെ, പിൻ നമ്പർ അടിച്ച് കഴിയുമ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ഓപ്ഷൻ ഇവിടെ വരും. നമുക്ക് പ്രൈവറ്റ് കീ കോപ്പി ചെയ്യണമെങ്കിൽ കോപ്പി ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ജസ്റ്റ് മുകളിൽ സ്ക്രീനിൽ കാണുന്ന കണ്ണിൻ്റെ പടമുള്ള ഭാഗത്ത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ പ്രൈവറ്റ് കീ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, ഇതുപോലെ നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ പ്രൈവറ്റ് കീ ആണ് ഈ താഴെ കാണുന്നത്. 1964 നിന്ന് തുടങ്ങി അവസാനം 9D20D എന്ന് പറയുന്ന ഇതാണ് അതിൻ്റെ പ്രൈവറ്റ് കീ. നമുക്ക് ഈ പ്രൈവറ്റ് കീ നമുക്ക് പിന്നീട് ആവശ്യം വരും. ചില സമയത്ത് നമുക്ക് വേറൊരു വാലറ്റിൻ്റെ അകത്ത്
ഉപയോഗിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ആവശ്യം വരും. പ്രത്യേകിച്ച് മെറ്റാമാസ്കിലൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഒന്നിലധികം വാലറ്റുകൾ അവിടെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവിടെ 12 അക്ക ഫ്രേസ് കീ അവിടെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. അവിടെ ഒരു വാലറ്റിന് മാത്രമാണ് 12 അക്ക ഫ്രേസ് കീ ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാത്തിനും നമ്മൾ ഇതുപോലെ പ്രൈവറ്റ് കീ കൊടുത്തിട്ടാണ് അവിടെ നമ്മൾ വാലറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന പ്രൈവറ്റ് കീ നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. പ്രത്യേകം നല്ലതുപോലെ ശ്രദ്ധിച്ച് നോട്ട് ചെയ്ത് വയ്ക്കുക. കാരണം ഇത് ഒരുപാട് ലെറ്ററുകളും അക്കങ്ങളും എല്ലാം ഉള്ളതാണ്. അപ്പോൾ അത് മാറിപ്പോകാതെ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഇത് പ്രൈവറ്റ് കീ ഇങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്. വീണ്ടും നമ്മൾ ബാക്ക് വരുന്നുണ്ട്. ബാക്ക് വന്നിട്ട് ഇതിൻ്റെ അകത്ത് പിന്നെ ഉള്ളത് നമ്മുടെ അതിൻ്റെ അക്കൗണ്ടിൽ കോയിനുകൾ എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് കാണിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഈ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ റിമൂവ് വാലറ്റ് എന്നുള്ള ഈ റെഡ് കളറിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഓക്കെ ചോദിക്കും. ഓക്കെ കൊടുക്കുക, പിൻ നമ്പർ കൊടുത്തു കഴിയുമ്പോൾ ആ അക്കൗണ്ട് അവിടെ ക്ലോസ് ആവുന്നതാണ്. ഇപ്പോൾ നമ്മളിതിനകത്ത് 2 എണ്ണം ഉണ്ട്, അക്കൗണ്ട് ഉണ്ട്. അതിനകത്ത് നമ്മൾ ഏതാണോ റിമൂവ് കൊടുക്കുന്ന ആ ഒരു അക്കൗണ്ട് മാത്രം ഡിലീറ്റ് ആവുള്ളൂ, ബാക്കിയുള്ളത് അവിടെ തന്നെ ഉണ്ടാകും. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഇനി നമ്മൾ ബാക്ക് പോയിട്ട് ഏറ്റവും മുകളിൽ ലെഫ്റ്റ് സൈഡിൽ ആ നോട്ടിഫിക്കേഷൻ ബെല്ലിൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു സെറ്റിങ്സിൻ്റെ ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഓപ്ഷൻ വരുന്നത് സെക്യൂരിറ്റി വരുന്നുണ്ട്. നമുക്ക് പാസ്വേഡും കാര്യങ്ങളും കൊടുക്കാനും ബയോമെട്രിക്കും കാര്യങ്ങളെല്ലാം കൊടുക്കാനുള്ള ഓപ്ഷൻ അവിടെ വരുന്നുണ്ട്. അത് കൊടുക്കുക. നമ്മൾ അതുപോലെ തന്നെ ഓട്ടോ ലോക്ക്, സ്ക്രീൻ ലോക്ക് ആവുന്നതിൻ്റെ കൊടുത്തിട്ട് ഇവിടെ ഇപ്പോൾ 30 മിനിറ്റ്സ് ആണ് കിടക്കുന്നത്. അത്രയൊന്നും നമ്മൾ വായിക്കേണ്ട, ഇമ്മീഡിയറ്റ്ലി എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. കാരണം നമ്മൾ ഫോണെല്ലാം ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് എവിടെയെങ്കിലും നമ്മൾ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ആരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ അത് അവർക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അത് ഇമ്മീഡിയറ്റ്ലി എന്നുള്ളത് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഫോൺ സ്ക്രീൻ ഓഫ് ചെയ്ത ഉടനെ തന്നെ അത് ഓൾറെഡി ലോക്ക് ആയിക്കോളും. അപ്പോൾ അതുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി എന്നുള്ളത് കൊടുക്കുക. എന്നിട്ട് അവിടെ നമ്മൾ ആ പിൻ നമ്പർ സെറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആദ്യം അടിച്ചിരിക്കുന്ന പിൻ നമ്പർ വീണ്ടും അടിച്ചു കൊടുത്ത് കഴിയുമ്പോൾ അത് ഓക്കെ ആവും, ഇമ്മീഡിയറ്റ്ലി എന്നുള്ള ഓക്കെ ആവും. പിന്നെ നമുക്ക് പാസ്വേഡ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെയായിട്ട് ചേഞ്ച് സെക്യൂരിറ്റി പാസ്വേഡ് എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിൻ നമ്പർ അടിച്ചു കൊടുത്ത് നമ്മുടെ പഴയ ഇത് അടിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് പുതിയത് അവിടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെയുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ ഇതിനകത്ത് വരുന്നത് നോഡ് സെറ്റിങ്ങും കസ്റ്റം നെറ്റ്വർക്ക് കാര്യങ്ങളൊക്കെയാണ്. അത് നമുക്ക് ആവശ്യമില്ല, നമ്മൾ ഓൾറെഡി നമുക്കിപ്പോൾ ഇതിൻ്റെ അകത്ത് എല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഓരോ അടുത്തുള്ളത് അപ്പിയറൻസ് എന്നുള്ള കിടക്കുന്നുണ്ട്. അത് ഡാർക്ക് മോഡ്, ലൈറ്റ് മോഡ് എന്നുള്ളതാണ്. അത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ് വേണമെങ്കിൽ ലൈറ്റ് ആക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഡാർക്ക് വേണമെങ്കിൽ ഡാർക്ക് ആക്കാൻ മാറ്റാനുള്ള ഓപ്ഷനാണ് അത് ഉള്ളത്. ഓക്കെ, അതിൻ്റെ തൊട്ട് താഴെയുള്ളത് ട്രാൻസാക്ഷൻ കോസ്റ്റ് എന്നുള്ള ഓപ്ഷൻ കാണാം. അത് മിഡിൽ, അത് 3 ടൈപ്പ് ഉണ്ട്, ലോ ഉണ്ട്, മിഡിലുണ്ട്, ഹൈ ഉണ്ട്. ഇപ്പോൾ ഇതിനകത്ത് മിഡിലാണ് കിടക്കുന്നത്. നിങ്ങൾക്കത് സൗകര്യം പോലെ നിങ്ങൾ നോക്കിയിട്ട് ഏതാണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. മിഡിലാണ് അത് നോർമലി ഓട്ടോമാറ്റിക്കായിട്ട് വന്നിരിക്കുന്നത്. പിന്നെ ഫിയറ്റ് കറൻസി ഇവിടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിവിടെ കിടക്കുന്നത് US ഡോളറിലാണ് കിടക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ കറൻസിയിലേക്ക് മാറ്റാം. അപ്പോൾ ഈ മുകളിൽ സെർച്ച് ബാറിൻ്റെ അവിടെ നമ്മൾ ഈ INR എന്ന് അടിച്ചു കൊടുത്താൽ ഇന്ത്യൻ കറൻസി അവിടെ കാണിക്കും. ഓക്കെ, ഈ ഇന്ത്യൻ കറൻസി വന്നാൽ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇന്ത്യൻ കറൻസിയിൽ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യൻ കറൻസിയിൽ അവിടെ ഇതിൻ്റെ അകത്തുള്ള വാലറ്റിനകത്തുള്ള എമൗണ്ടും കാര്യങ്ങളൊക്കെ ഇന്ത്യൻ കറൻസിയിൽ കാണിക്കും. അതല്ല വേറെ ഏതെങ്കിലും കറൻസി ആണെങ്കിൽ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ആ കറൻസിയിൽ കാണിക്കും. പിന്നെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് താഴെ. പിന്നെ അതിൻ്റെ അകത്ത് നമ്മൾ ട്രേഡിങ്ങിൻ്റെ ഇത് കാണിക്കുന്നതിൻ്റെ കളറും കാര്യങ്ങളൊക്കെയാണ്. അത് നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് വരുന്നത് ഇത്രയും കാര്യങ്ങളാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കാരണം വീഡിയോ കുറച്ച് ലെങ്തായി പോയിട്ടുണ്ട്, എല്ലാവരും ക്ഷമിക്കുക. കാരണം എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ച് വരുമ്പോൾ തീർച്ചയായിട്ടും അത്രയും സമയം വരുന്നുണ്ട്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതൊരു എഡ്യൂക്കേഷൻ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുമാത്രമല്ല വീഡിയോ കുറച്ച് ലെങ്ത്താണ്, എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ച് പോയതിൻ്റെ പേരിലാണ് ഇത്രയും ലെങ്ത്ത് വന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം കൂടുതലും PVC മെറ്റലുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ ഇതിന് പാർട്ട്നേഴ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ചാനലാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന ആളുകൾ പ്രത്യേകിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടണെല്ലാം ഓക്കെ ആക്കി ഇടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോസ് നിങ്ങൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും, അതുകൊണ്ടാണ് പറഞ്ഞത്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഒക്കെ മറക്കരുത്. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.